ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വർഗീയ വിഷ പ്രചരണങ്ങളുമായി വീണ്ടും ബിജെപി ചാനലായ ജനൻ ടിവി. സിപിഐഎം നേതാവും മരുമകളും മല കയറാൻ എത്തുന്നു എന്നതാണ് പുതിയ വാർത്ത. ആലുവ സ്വദേശിയും മഹിളാ അസോസിയേഷൻ മുൻ ഏരിയ സെക്രട്ടറിയുമായ ശശികല റഹീമിന്റെയും ഇളയ മകന്റെ ഭാര്യയായ സുമേഘ തോമസിന്റെയും പേരടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു വാർത്ത പുറത്തുവിട്ടത്. മല കയറാൻ പോകുന്ന സുമേഘ തോമസ് ഉൾപ്പെടെ 3 പേരെ സ്വീകരിക്കാൻ ശശികല റഹീമും പോകുന്നുണ്ട് എന്നാണ് ജനം ടിവിയുടെ വാർത്ത. ഇവർക്കെല്ലാം സിപിഐഎമ്മിന്റെ പിന്തുണ ഉണ്ടെന്നും ജനം ടിവി വാർത്ത നൽകി. ഇതോടെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം ഇവർക്കെതിരെ കൊലവിളിയും അസഭ്യവർഷവും നിറഞ്ഞു. എന്നാൽ എല്ലിന് തേയ്മാനമായിട്ട് 2 വർഷമായി ചികിത്സയിലിരിക്കുന്ന ആളാണ് ശശികല റഹീം. പരസഹായമില്ലാതെ പുറത്തുപോകാൻ പോലും കഴിയാത്ത ആളെക്കുറിച്ചാണ് ഇങ്ങനെയൊരു നുണപ്രചരണം അഴിച്ചുവിട്ടത്. ഇതോടെ ശശികല റഹീം ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി. ഞാനിന്ന് ഫേസ്ബുക്കിന്റെ ലൈവ് വീഡിയോയിൽ വരാൻ കാരണം ജനൻ ടിവിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് പോണതായിട്ട് ഇവിടെ പലരും എന്നെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ സുമേഘ തോമസ് ശബരിമലയിൽ പോകുന്നതായിട്ട്. അപ്പോൾ ഫ്ലാഷ് ന്യൂസ് പോകുന്നത് സുമേഘ തോമസ് ശബരിമലയിലേക്ക് യുക്തിവാദ സംഘത്തോടൊപ്പമാണ് പോകുന്നത്. സി പി എം നേതാവ് ശശികല റഹീമിൻ്റെ മരുമകളാണ് എന്ന വിധത്തിലൊരു വ്യാജ വാർത്ത ജനൻ ടി വി പടച്ചുവിട്ടിട്ടുണ്ട്. ഇത് അറിയണത് തന്നെ ഞാൻ ന്യൂസ് 18 നിന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. പാർട്ടി ഓഫീസിലും പാർട്ടി സഹാക്കളൊക്കെ വിജിലൻസിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിച്ച് തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഫോണിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ശശികല റഹീം വ്യക്തമാക്കി. വാർത്ത തെറ്റാണെന്ന ശശികലയുടെ പ്രതികരണം വ്യാപകമായി പ്രചരിച്ചിട്ടും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനോ തെറ്റായ വാർത്ത തിരുത്താനോ ഇതുവരെയും ജനം ടിവി തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.